ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അർമേനിയൻ യാത്രാ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് മുതൽ നമ്മൾ പല എപ്പിസോഡുകളായിട്ട് കാണാൻ പോകുന്നത് മൊണാസ്ട്രീസ് ആണ്. അർമേനിയ ഈസ് എ ലാൻഡ് ഓഫ് മൊണാസ്ട്രീസ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഗിഗാഡ് മൊണാസ്ട്രിയിലേക്കാണ്. അതിനുശേഷം നമ്മൾ ബ്ലൂ ഐസ് ഓഫ് അർമേനിയ എന്നറിയപ്പെടുന്ന ലേക്ക് സെവാനിലേക്കും അതിൻ്റെ തീരത്ത് തന്നെയുള്ള സെവനവാങ് മൊണാസ്ട്രിയിലേക്കുമാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. വെൽക്കം ടു അവർ ചാനൽ ലൈഫ് ചാപ്റ്റേഴ്സ്. നമ്മളങ്ങനെ ഗാർണി ക്ഷേത്രമൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ്. ഇന്ന് 2 സ്ഥലം കൂടി നമുക്ക് പോകാനുണ്ട്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഗിഗാഡ് മൊണാസ്ട്രിയിലേക്കാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ലേക്ക് സെവാനിലേക്കും കൂടി ഇന്ന് തന്നെ പോകുന്നുണ്ട്. ദീർഘമായ യാത്രയാണ്. 60ഓളം കിലോമീറ്ററുകളുണ്ട് ഗാർണിയിൽ നിന്ന് ഗിഗാഡിലേക്ക്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം പശുക്കൾ മേഞ്ഞ് നടക്കുന്ന പുൽമേടുകളും മുട്ടക്കുന്നുകളും പച്ച വിരിച്ച കുന്നിൻ പ്രദേശങ്ങളും അതിൻ്റെ ചരിവിൽ കാണുന്ന വീടുകളും ഒക്കെ ആയിട്ട് മനോഹരമായ യാത്ര തന്നെയാണ്. ചെറിയ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കടന്നു വേണം നമുക്ക് ഗിഗാഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറേ ദൂരം നിരപ്പായ വഴിയാണെങ്കിൽ മുട്ടക്കുന്നുകളൊക്കെ ഉൾപ്പെട്ടതാണെങ്കിൽ ചില സ്ഥലത്തിൽ നമുക്ക് ചെങ്കുത്തായ മലനിരകളുടെ സൈഡിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. വളരെ ഭംഗിയുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി നമുക്ക് ഒരു മലഞ്ചെരുവിൽ എത്തുമ്പോൾ കാണാം അങ്ങ് ദൂരെ നമുക്ക് ഗിഗാഡ് മൊണാസ്ട്രി കാണാം. അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ എത്തിയത്. പാർക്കിംഗ് ഒക്കെ ഒരുവിധം ഫുള്ള് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങളുടെ ഡ്രൈവർ അപ്പവും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എടുത്തിട്ട് വന്നാൽ മതി. നമ്മൾ തന്നെ വിളിച്ച വണ്ടി ആയതുകൊണ്ട് പുള്ളിക്ക് വേറെ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഗിഗാഡ് മൊണാസ്ട്രിയിലേക്ക് പതുക്കെ കയറി തുടങ്ങി. കല്ല് വിരിച്ച വഴിയാണ്. നമുക്ക് കാണാം ചെങ്കുത്തായ മലനിരകളാണ് ചുറ്റുപാടും കോട്ട പോലെ നിൽക്കുന്നത്. ചില മലയിടുക്കുകളിലൊക്കെ പഴയ ഗുഹകളും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ആരാധനാലയങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. 1215 ഗിഗാഡ് മൊണാസ്ട്രി പണി കഴിപ്പിച്ചത്. കുറേ ഭാഗങ്ങളൊക്കെ മലകൾ തന്നെ തുരന്നെടുത്തിട്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ മെയിൻ ചാപ്പലിന് അത്രയധികം തന്നെ പഴക്കമുണ്ട്. ഇപ്പം അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. പള്ളിയിൽ കയറുമ്പോൾ തന്നെ ദൂരെ മലനിരകളിലൊക്കെ കുരിശ് നാട്ടിയിരിക്കുന്നതൊക്കെ വളരെ വിദൂരതയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയാണ് അർമേനിയയിലെ. നമുക്ക് ആ പഴക്കം ഓരോ കല്ലുകളിലും വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പം കാണാം തലയെടുത്തോടെ നിൽക്കുന്ന പഴയ ചാപ്പൽ. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഈ മലഞ്ചെരുവിൽ മഞ്ഞും മഴയും വെയിലൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം അതിൻ്റെ കല്ലിനൊക്കെ ആ ഒരു പഴക്കം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കാർണിയിൽ കണ്ടപോലെ തന്നെ കുടിവെള്ളം ഇവിടെയും ലഭ്യമാണ്. നല്ല കരിങ്കൽ പാളിയിലൊക്കെ ചെത്തി ഉണ്ടാക്കി ഒരു പൈപ്പും കൊടുത്തിട്ട് 24 മണിക്കൂർ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ ഇങ്ങനത്തെ പല ഗുഹകൾ പോലെയുള്ള നിർമ്മിതികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ മേൽക്കൂരയും ചുവരും എല്ലാം ഒരുതരം ചുണ്ണാമ്പ് കല്ലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതെന്താണ്, പ്രാർത്ഥനാ മുറിയാണോ അതോ ഇനിയും പണ്ട് കാലത്ത് അവർ താമസിച്ചിരുന്ന സ്ഥലമാണോ ഒന്നും നമുക്കറിയില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കമാനങ്ങളും ഈ നിർമ്മിതികളൊക്കെ നമുക്ക് ഈ പള്ളിക്ക് ചുറ്റും കാണാൻ പറ്റും. ഇതിൻ്റെ ഓരോ കല്ലും നമുക്ക് ആ പഴക്കം മനസ്സിലാക്കി തരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഉയരം കുറഞ്ഞ വാതിലുകളാണ് ഈ പള്ളിക്ക് ചുറ്റുമുള്ളത്. ചുറ്റും കല്ല് പാകിയതും പടിക്കെട്ടുകളും ഉള്ളതായ ഒരു പള്ളിയാണിത്. വളരെ പഴക്കം, എല്ലാ തരത്തിലും നമുക്ക് പഴക്കം ഫീൽ ചെയ്യും. നമുക്ക് ഇതിൻ്റെ വശങ്ങളിലൂടെ മുകളിലേക്ക് കയറി പോകാനുള്ള പടിക്കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയ നിർമ്മിതിയാണോ പഴയതാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ആ കാലത്ത് ഉണ്ടായിരുന്നു തന്നെ ആയിരിക്കണം. കുറേയൊക്കെ മോടി പിടിക്കലൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഈ പാറകളിലും ഒക്കെ പലതരത്തിലുള്ള കൊത്തുപണികളും കുരിശടയാളവും ഒക്കെ ഇങ്ങനെ കാർവ് ചെയ്തെടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പാറകൾ തുറന്നിട്ട് ഈ പ്രാർത്ഥിക്കാനുള്ള സ്ഥലവും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. ഇത് പ്രാർത്ഥനാ മുറിയാണെന്ന് തോന്നുന്നു.
അപ്പുറത്തും അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇവിടങ്ങളിലായിട്ട് കുറേ പഴച്ചെടികളും പഴുത്ത് കുലച്ച് നിൽക്കുന്ന കുറേ പഴച്ചെടികളൊക്കെ നമുക്ക് കാണാം. ഇത് അർമേനിയയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ചുറ്റും കല്ല് വിരിച്ച അങ്കണമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. പള്ളിക്കകത്തേക്ക് കടക്കുമ്പം എല്ലാ പള്ളികളിലും ഇവിടെ ഉള്ളതുപോലെ തന്നെ ഇരുട്ട് തന്നെയാണ് നമ്മളെ വരവേൽക്കുന്നത്. ഓരോ സൈഡിലും മെഴുകുതിരികളുടെ പ്രകാശം മാത്രം, ഭൂരിപക്ഷവും ഇരുട്ട് തന്നെയാണ്. വളരെ കുറച്ച് മാത്രം പ്രകാശം ഉള്ളിലേക്ക് കടത്തിവിട്ട് ആ ഒരു ഭക്തിയുടെ വേറൊരു തലത്തിൽ നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. ഇത് ഈ ഒരു പള്ളിയുടെ ഉൾവശത്തേക്ക് കടന്ന് അതിൻ്റെ അൾത്താരയിലേക്ക് കടക്കാൻ വേറൊരു വഴിയും കൂടിയുണ്ട്. അൾത്താരയൊക്കെ ശരിക്കും കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. നമുക്കതിൻ്റെ പഴക്കവും ആ ഒരു കളറും എല്ലാം കാണുമ്പോഴേ അതിൻ്റെ ഒരു പഴമ നമുക്ക് മനസ്സിലാവും. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതിൻ്റെ ഈ കമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ്. ഈ കല്ലൊക്കെ എങ്ങനെ അടുക്കി വെച്ച് ഇത്രയും ഉയരത്തിൽ അക്കാലത്ത് ഉണ്ടാക്കിയെന്നത് അത്ഭുതമായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. ഭിത്തിയിലൊക്കെ വെളിച്ചം വരാൻ വേണ്ടിയുള്ള വിടവുകളും ഒക്കെ മനോഹരമായ നിർമ്മിതിയാണ്. പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടുന്നു പറയുന്ന പോലെ ഇതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നുക പഴകും തോറും. കുറേ ആളുകൾ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും ഒരിടനാഴിയിലൂടെ അടുത്ത ഒരു മുറിയിലേക്ക് കടക്കുമ്പോൾ ഒത്ത നടുക്ക് തന്നെ ഒരു വൃത്താകാരത്തിലുള്ള വിടവും അതിനകത്തുനിന്ന് കടന്നു വരുന്ന വെളിച്ചവും മാത്രമാണ് അവിടെ അല്പമെങ്കിലും പ്രകാശം പരത്തുന്നത്. ഭിത്തിയിലൊക്കെ കാണാം കല്ലിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്ന കടുവയുടെയും ഒക്കെ മനോഹരങ്ങളായ കൊത്തുപണികളൊക്കെ നമുക്കിവിടെ കാണാം. ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് ഇങ്ങനെ കണക്റ്റഡ് ആണ് ഇവിടുത്തെ പല മുറികളും. എല്ലായിടത്തും ഇരുട്ടും ഈ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചവും മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇരുട്ടാണെങ്കിലും ഒരു പ്രത്യേകതരം ഭംഗി, ഭക്തിയിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു തരം ഒരു അന്തരീക്ഷമാണ് അവിടെ. എന്നാലും എന്തോ ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങളല്ലാതെ വേറെയും കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ വന്ന ഗൈഡ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളും കേട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. താഴത്തെ പള്ളിയിൽ നിന്നും അതിൻ്റെ മുകളിലത്തെ ഒരു നിലയിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ഉള്ളിലൂടെ അല്ല, പുറത്തു കൂടിയാണ് നമുക്ക് കയറേണ്ടത്. അത് മലയുടെ ഒരു ചരിവിലാണ് മുകളിലത്തെ ഭാഗം കുത്തിയെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാം ഇങ്ങനെ ചെങ്കുത്തായ മലഞ്ചരിവുകൾ കൊത്തിയെടുത്തിട്ടാണ് പള്ളിയുടെ പല ഭാഗങ്ങളും ഇവരുണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കല്ലൊക്കെ മുറ്റത്ത് പകരുന്ന കല്ലൊക്കെ ഇവിടുന്ന് തന്നെ വെട്ടിയെടുത്തതായിരിക്കണം. ഈ ഒരു ചെറിയ തുരങ്കത്തിലൂടെയാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നത്. ഇതും കല്ലുകൊണ്ട് കൊത്തി കല്ലിളക്കി മാറ്റി ഉണ്ടാക്കിയ തുരങ്കം തന്നെയാണ്. വേറൊരു തരത്തിലുള്ള യന്ത്രത്തിൻ്റെ ഇടപെടലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാടും അല്ലെങ്കിൽ ഒരു കഴിവും നമ്മൾ അത്ഭുതത്തോടെ ഓർക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു വിശാലമായൊരു മുറിയിലേക്കാണ് നമ്മൾ അതുവഴി കടന്നു ചെല്ലുന്നത്. ആ തൂണിൻ്റെയൊക്കെ വലുപ്പം ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതും കരിങ്കല്ലിൽ കുത്തിയെടുത്തിരിക്കുന്നതാണ്. ആ പള്ളിക്കകത്ത് കാണുന്ന ഓരോ തൂണുകളും ഒത്ത നടുക്ക് വിടവും ആ വെളിച്ചം കടത്തിവിടാനുള്ള അവരുടെ ഒരു വൈഭവമൊക്കെ നമുക്ക് ആശ്ചര്യം ഉണ്ടാക്കുന്ന തന്നെയാണ്. ഒരു തരത്തിലുള്ള വൈദ്യുത അലങ്കാരങ്ങളും ദീപങ്ങളും ഒന്നും ഇതിനകത്ത് ഇന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയും ആൾക്കാർ വരുന്നതൊക്കെ ആയിട്ടും ഒരു തരത്തിലുള്ള വൈദ്യുതീകരണം ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതിനുള്ള ഒരുപക്ഷെ ഒരു കാരണം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലം തന്നെയാണിത്. അതുകൊണ്ടായിരിക്കാം വേറെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒന്നും നടത്താതെ സംരക്ഷിച്ചു പോരുന്നത്, അതേ രീതിയിൽ തന്നെ നിലനിർത്തുന്നത്. ഈ കാണുന്ന വിടവിലൂടെ നമുക്ക് താഴത്തെ പള്ളിയിലെ ആ ഒരു മുറി നമുക്ക് കാണാം. അവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചുറ്റി വളഞ്ഞ് മുകളിലത്തെ നിലയിലേക്ക് എത്തിയത്. അതായത് ആ മലയുടെ ഒരു സൈഡ് തുരന്നിട്ട് തന്നെയാണ് ഇവർ മുകളിലും താഴെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം നമുക്ക് ഇതിനകത്ത് നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ തിരിച്ച് വീണ്ടും അതേ തുരങ്കത്തിൽ കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നമുക്ക് ശരിക്കും ഇരുട്ടിനകത്ത് നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫീലാണ് ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്. തുരങ്കത്തിലെ രണ്ട് സൈഡിലും കുത്തുപണികളൊക്കെ ആയിട്ട് അധികവും കുരിശ് തന്നെയാണ് അവർ കുത്തി വെച്ചിരിക്കുന്നത്.
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തോട്ട് വെളിച്ചത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വേറെ ഒരു വലിയ അട്രാക്ഷൻ തോന്നിയത് ഈ പഴുത്ത് കിടക്കുന്ന ചെറിപ്പഴങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയല്ല, ഇത് ഇവിടങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു ചെറിപ്പഴത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് കാണാം നിറച്ച് കായ്ച്ച് പഴുത്ത് കിടക്കുന്നത്. അതുമാത്രമല്ല, ഈ മലഞ്ചെരിവുകളിലൊക്കെ ഒരു തേനീച്ചക്കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ തേനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ഞങ്ങൾ അങ്ങനെ താഴേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി കുറച്ച് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് കയറി, ഒരു ഗുഹ പോലെ അവിടെ ഉണ്ടെന്ന് അവിടെ ഒരാൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി കണ്ടതാണ്. ഈ ഒരു കല്ലടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്താണ്. ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും ആൾക്കാർക്ക് ഇങ്ങനത്തെ പല പല ശീലങ്ങളുണ്ടെന്നുള്ള കാര്യമാണ് എനിക്കിവിടെ വന്നപ്പോഴും മനസ്സിലായത്. ഒരു കാര്യം ഇല്ലെങ്കിലും ഇങ്ങനെ ഓരോ കല്ലൊക്കെ എടുത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് കാണിക്കും. ഇത് കാണാൻ നമുക്ക് മലഞ്ചെരിവിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു പള്ളിയായിരുന്നു ഇത്. കുറേയൊക്കെ നശിച്ചു പോയി, ഭാഗത്തേക്ക് കയറാനുള്ള വഴിയും കാര്യങ്ങളൊന്നുമില്ല. ഈ ചുറ്റുപാടുമുള്ള സകല മലനിരകളിലും ഓരോരോ ഗുഹകളും ഇവരുടെ ആരാധനാലയങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഗാർണി ക്ഷേത്രത്തിൻ്റെ താഴെ കണ്ട അസാറ്റ് നദി ഇതിൻ്റെയും താഴെ കൂടെ തന്നെ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഈ നദീതീരത്ത് വരുന്നത് തന്നെയാണ് ഗിഗാഡ് മൊണാസ്ട്രിയും ഗാർണി ക്ഷേത്രവും. ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനിയും പോകുന്നത് സെവാൻ ലേക്ക് കാണാൻ വേണ്ടി. ബ്ലൂ ഐസ് ഓഫ് അർമേനിയ എന്നാണ് സെവാൻ ലേക്ക് അറിയപ്പെടുന്നത്. ലേക്ക് സെവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ മുകളിലായിട്ട് കാണാം സെവാൻ്റെ തീരത്ത് തന്നെയുള്ളൊരു മൊണാസ്ട്രിയാണത്. സെവനബാങ്ക് മൊണാസ്ട്രി എന്നാണ് പറയുക. സെവാൻ മൊണാസ്ട്രി എന്നും അതിന് പറയാറുണ്ട്. എന്നാൽ ഇവിടെയും അത്യാവശ്യം തിരക്ക് തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് കാണാം പാർക്കിംഗ് ഒക്കെ ഒരുവിധം ഫുള്ള് തന്നെയാണ്. ഇത്രയും ലോകം മുഴുവൻ കൊറോണയുടെ കാഠിന്യത്തിൽ നിൽക്കുമ്പോഴും അർമേനിയയിൽ ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഞങ്ങളങ്ങനെ പതുക്കെ മല കയറി തുടങ്ങി. നല്ല ഉയരത്തിലാണ് ഈ മൊണാസ്ട്രി നിൽക്കുന്നത്. അപ്പം ഓരോ ഭാഗത്ത് നിൽക്കുമ്പോഴും ചെല്ലുമ്പോഴും നമുക്ക് ഈ സെവാൻ ലേക്കിൻ്റെ വിസ്തൃതമായ ഒരു വ്യൂ നമുക്ക് കിട്ടും. വിശാലമായി പരന്നു കിടക്കുന്ന ഒരു ലേക്ക് തന്നെയാണ് സെവാൻ ലേക്ക്. ബ്ലൂ ഐസ് ഓഫ് അർമേനിയ എന്നാണ് അറിയപ്പെടുന്നത്. അർമേനിയയിലെ ഏറ്റവും വലിയ തടാകമാണിത്. കടൽ തീരങ്ങളില്ലാത്ത അർമേനിയക്കാർക്ക് ബീച്ച് സൗകര്യമുള്ളത് ഈ സെവാൻ ലേക്കിൻ്റെ തീരങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പടികൾ എണ്ണി മുകളിലോട്ട് കയറാൻ തുടങ്ങി. നല്ല കയറ്റമായതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ ഇവിടെയൊക്കെ നിന്ന് കാഴ്ചകളും കണ്ട് ചുറ്റും കണ്ണോടിച്ച് കാറ്റും കൊണ്ടാണ് മുകളിലോട്ട് കയറുന്നത്. പല തരത്തിലുള്ള കച്ചവടക്കാർ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാനായിട്ട് പടിക്കെട്ടിന് രണ്ട് സൈഡിലുമായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണാം ആൾ ചെയ്ത പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ച് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു പകുതി ഓളം കയറി കഴിഞ്ഞ് ഞങ്ങളിപ്പം ഈ കാണുന്ന ചെടി നമുക്ക് റോസ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഗിഗാഡ് മൊണാസ്ട്രി പോയപ്പോഴും ഈ പറയുന്ന സെവനബാങ്ക് മൊണാസ്ട്രിയുടെ മലഞ്ചെരിവുകളിലൊക്കെ വളരെ വലിപ്പം കൂടിയ റോസാ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. ഗിഗാഡ് മൊണാസ്ട്രിയുടെ മലഞ്ചെരിവുകളിൽ ഏറ്റവും അധികം കണ്ടത് റോസാ ചെടികളാണ്. അതും വലിയ വൃക്ഷം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതൊക്കെ ഒരുമിച്ച് പൂത്തു നിൽക്കുന്നൊരു കാഴ്ച അത് മനസ്സിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സുഖം തോന്നുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം മുകളിലെത്തി. ഇതാണ് സെവനബാങ്ക് മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് പഴക്കം ചെന്ന മൊണാസ്ട്രി തന്നെയാണ്. 12ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. ഇവിടെ 2 മൊണാസ്ട്രികളുണ്ട്. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് കുറച്ച് ചെറിയൊരു പള്ളിയിലെ മുറ്റത്തേക്കാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് അടുത്ത പള്ളിയും കാണാം. ഇത് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. നമുക്കതുകൊണ്ട് അകത്ത് കയറി കാണാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പ്രാർത്ഥനാ സമയങ്ങളിൽ മാത്രമായിരിക്കണം ഇത് ഓപ്പൺ ആക്കുന്നത്. ഈ പള്ളിയുടെ അടുത്ത് നിന്ന് നമുക്ക് സെവാൻ ലേക്കിൻ്റെ ഒരു 360 ഡിഗ്രി കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കുറേ നിർമ്മിതികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം. ഒരുപക്ഷെ ഇതൊരു വലിയ കോംപ്ലക്സ് ആയിരുന്നിരിക്കണം. ഇപ്പം കുറേ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പം 2 പള്ളികൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചുറ്റും സെവാനിലേക്ക് പരന്നു കിടക്കുന്ന ഒരു കാഴ്ച അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. നല്ല ചൂട് പ്രതീക്ഷിച്ച് നട്ടുച്ചയ്ക്ക് ഇവിടെ എത്തി ഞങ്ങളെ കാത്തിരുന്നത് നല്ല ഗംഭീരമായ തണുപ്പാണ്. നല്ല
നല്ല തണുത്ത കാറ്റാണ് മുകളിൽ നിൽക്കുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് വേറെ സ്ഥലത്തേക്കൊന്നും യാത്രകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ വേണ്ടി കിട്ടി. ഞങ്ങൾ വളരെ സാവധാനം ഓരോ സ്ഥലത്തും നടന്ന് പോയി അവിടെ വിശ്രമിച്ച് ഫോട്ടോകളെടുത്ത് വീഡിയോ എടുത്ത് കുറേ വർത്തമാനങ്ങളും പറഞ്ഞ് അങ്ങനെ ഒരുപാട് സമയമെടുത്താണ് ഞങ്ങൾ ഈ സെവാൻ ലേക്കിൻ്റെ കാഴ്ചകളും ഈ മൊണാസ്ട്രിയുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മുന്നിറങ്ങിയത്. നമുക്ക് ദൂരെയായിട്ട് കാണാം മഴക്കാർ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നല്ല തണുപ്പുമുണ്ട്. ഈ സമയത്ത് മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായി. എന്തായാലും മൊണാസ്ട്രി കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ പിന്നിലേക്ക് നടക്കാനുള്ളൊരു വഴിയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങേ അറ്റം വരെ നടന്നിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൂടെ കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് മുമ്പോട്ട് നടന്നു. അങ്ങോട്ടേക്കുള്ള പാതയിലും ഈ പറഞ്ഞ പോലെ കുറേ ഭാഗത്തൊക്കെ കല്ല് നിരത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു ഏരിയ ആണ്. അവിടെ നിന്നിട്ട് നമുക്ക് കാണാം സെവാൻ ലേക്കിൻ്റെ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അങ്ങ് ദൂരെ നമുക്ക് മൊണാസ്ട്രി കാണാം. കുറേ എനിക്ക് തോന്നുന്നു വാട്ടർ സ്പോർട്സൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലേക്ക് സെവാൻ എന്ന് പറയുന്നത്. നമ്മൾ സെവനവാങ്ക് മൊണാസ്ട്രിയുടെ അടുത്തുനിന്നുള്ള ലേക്കിൻ്റെ ഒരു വ്യൂ ആണിത്. നല്ല ഹൈറ്റിലാണ്, ഒരുപാട് വലിയ ലേക്കുമാണ്. കാലാവസ്ഥയാണെങ്കിൽ നല്ല തണുപ്പും, അതുകൊണ്ടൊരു പ്രത്യേക സുഖമുണ്ട് അവിടെ നിൽക്കാൻ. ഞങ്ങൾ ഫുള്ള് വെയിലൊക്കെ ആയിരിക്കും വിചാരിച്ച് ഇറങ്ങിയാണ്, പക്ഷെ രസമുള്ള കാലാവസ്ഥ കാണുന്നില്ലേ. മൊത്തം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്നോ ആവുന്നതാണ്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് മൊണാസ്ട്രിയൊക്കെ കാണാം. നല്ല രസമുള്ളൊരു ലൊക്കേഷൻ. പിന്നെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസത്തിൽ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. സമയം പോയില്ല ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ. നല്ല ഒന്നാന്തര കാഴ്ചകളാണ് ലേക്കിൻ്റെ. ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് നടന്ന് ഏകദേശം ആ ഒരു മലയുടെ അങ്ങേ അറ്റത്തെത്തി. നമ്മുടെ സെവനവാങ്ക് മൊണാസ്ട്രി നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഒരറ്റത്താണ് മൊണാസ്ട്രി. ഞങ്ങളത് നടന്ന് ഇപ്പോൾ അങ്ങേ അറ്റം വരെ എത്തി. അവിടെ നിന്നുകൊണ്ട് നമുക്ക് 360 ഡിഗ്രി ഉള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. സെവാൻ ലേക്കിൻ്റെ ബ്ലൂ ഐസ് ഓഫ് അർമേനിയ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നുള്ള കാര്യം ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. നല്ല നീല നിറത്തിൽ വെള്ളം ഇങ്ങനെ ചുറ്റും കിടക്കുകയാണ്. ഇത്രയും വിസ്തൃതമായ ഒരു ലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഒരു അവശിഷ്ടമൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അതിമനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി പറ്റും. മഴക്കാർ ഏകദേശം ചുറ്റും ഞങ്ങളെ അടുത്തെത്താനായി. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് താഴെ ഇറങ്ങി വണ്ടിയിലേക്ക് എത്തണം. മഴ നനഞ്ഞാൽ ശരിയാവില്ല. ഈ തണുപ്പത്ത് മഴയും കൂടെ നനഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. എന്തായാലും തിരക്കെല്ലാം കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് കയറിയത്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളവരൊക്കെ വീഡിയോ എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനുള്ള സമയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടുവോളം കിട്ടി. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഓൾറെഡി താഴേക്ക് പുതുക്കി ഇറങ്ങി തുടങ്ങി. പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആർക്കും പെട്ടെന്ന് പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ല സാവധാനത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ തന്നെയാണ് ഇവിടുന്ന് ഇറങ്ങിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു നേരം. അർമേനിയ വരുന്ന ആൾക്കാർ ഒരിക്കലും ഒരു കാരണവശാലും ലേക്ക് സെവാൻ മിസ്സാക്കരുത്. ഇപ്പോൾ വിൻ്റർ ടൈമിലാണെങ്കിൽ ചിലപ്പോൾ സ്നോ ആയിരിക്കും. ബട്ട് സമ്മർ ടൈമിൽ വരുന്ന സമയത്ത് പോലും ഇത്ര കോൾഡ് ക്ലൈമറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. അതിഗംഭീര കാറ്റുണ്ട്. നല്ല ചൂട് എക്സ്പെക്ട് ചെയ്താണ് ഞങ്ങൾ വന്നത്. പക്ഷേ തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ തണുപ്പ്, നല്ല മഴക്കാറും. ഇത്ര ഗംഭീര ഒരു ക്ലൈമറ്റ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു. കുറേയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ എത്രത്തോളം അതിനൊരു മനോഹാരിത ഇങ്ങനെ സെൽഫി ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന അറിയില്ല. ബട്ട് സ്റ്റാൻഡിങ് വ്യൂ. ഒരുപക്ഷെ അങ്ങ് ദൂരെ മൊണാസ്ട്രി കാണാതിരിക്കും. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കാഴ്ച ലൈഫിൽ ആദ്യമാണ്. ഇത്രയും നേരം മഞ്ഞൊന്നുമില്ല. ഇതിപ്പോൾ മഞ്ഞ് മൂടുകയാണ് ലേക്ക് സെവാൻ. ഈ മഞ്ഞാണോ മഴയാണോ എന്ന് ഇവിടെ വന്നിട്ട് അറിയുള്ളൂ. ഞങ്ങൾ ലേക്ക് സെവാൻ എന്ന് പതുക്കെ, ലേക്ക് സെവാൻ എന്നല്ല സെവനവാങ്ക് മൊണാസ്ട്രിന്ന് ഞങ്ങൾ പതുക്കെ താഴേക്കുള്ള നടത്തത്തിലാണ്. മൊണാസ്ട്രി കഴിഞ്ഞിട്ടില്ല. മൊണാസ്ട്രി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണാം. ഇത് മൊണാസ്ട്രിയുടെ കുറച്ച് മുകളിലുള്ളൊരു സ്ഥലമാണ്. സ്റ്റണ്ണിങ് വ്യൂ ആണ് ഇവിടുന്ന് ചുറ്റും. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി തിരിച്ച് വണ്ടി എടുത്ത് കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോഴാണ് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അതും ലേക്ക് സെവാൻ്റെ കരയിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കയറാമെന്ന് വെച്ചു.
നല്ല നല്ല ആംബിയൻസുള്ളൊരു റെസ്റ്റോറൻറ്റ്. ഭക്ഷണം അങ്ങനെ ഭയങ്കര സൂപ്പർ ഭക്ഷണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവിടുന്ന് പിടിക്കുന്ന ഫിഷിനെ തന്നെയാണ് ഗ്രിൽ ചെയ്തിട്ടൊക്കെ തന്നത്. പക്ഷേ ആ ഒരു ആംബിയൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, പതുക്കെ ഇനി തിരിച്ച് എരവാനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂറോളം യാത്രയുണ്ട് ഞങ്ങൾക്ക് തിരിച്ച് എരവാനിലെത്താൻ വേണ്ടിയിട്ട്. നമുക്കങ്ങ് ദൂരെ കാണാം സെവനവാങ് മൊണാസ്ട്രി അങ്ങ് അടുത്തൊരു കുന്നിൻ ചെരുവിലാണുള്ളത്, കുന്നിൻ്റെ മുകളിലാണുള്ളത്. ഞങ്ങൾ ഇനി ഇപ്പുറത്തുമാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനത്തിൽ തിരിച്ച് എരവാനിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പം ഇന്നത്തെ യാത്രകളൊക്കെ ഇവിടെ തീരുകയാണ്. ഇനിയിപ്പോൾ അടുത്ത യാത്രകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.